നമ്മൾ ബയോളജിയാണ് എടുക്കാൻ പോണത്. ബയോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 31ാമത്തെ ചാപ്റ്ററാണ് ഇമ്മ്യൂണോബയോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റീനെ കുറിച്ചിട്ടാണ് നമ്മൾ മുന്നെടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ അതിൻ്റെ ചെറുതായ രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ബ്ലഡൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്താ ഡീറ്റെയിൽഡ് ആയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം എന്താണ്, എങ്ങനെയാണ് നമുക്ക് പ്രതിരോധം ഉണ്ടാകുന്നത്, ഡിഫൻസ് സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യണേ എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എയ്ഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖമാണ് എയ്ഡ്സ് എന്നൊക്കെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ മുന്നേ ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് സെല്ലുകളാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ളത്. ഒന്ന് ലിംഫോയിഡ് ടിഷ്യൂ, രണ്ടാമത്തത് ലിംഫോയിഡ് ഓർഗൻ. അപ്പോൾ ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ടൈപ്പ് സെല്ലുകളും ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്ന സെല്ലുകൾ, അങ്ങനെ രണ്ട് സെല്ലുകൾ ചേർന്നാണ് എന്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുമ്പോൾ അവയവങ്ങൾ തന്നെയാണ്. അതിന് നമ്മൾ രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലിംഫോസൈറ്റ് ഓർഗൻ അതാണ് നമ്മുടെ തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ്. നമ്മൾ യൂത്ത് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രായപൂർത്തിയായി വരുന്ന വളർച്ച എത്തി നമ്മൾ യൗവനാവസ്ഥയിലെത്തുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് ചുരുങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ചുരുങ്ങും. വലുതാവുമ്പോൾ പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതാണ് ഈ തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ് സെൻട്രൽ ലിംഫോസൈറ്റ്സ് ഓർഗന് എക്സാമ്പിൾ. ഇനി രണ്ടാമത്തത് പെരിഫറൽ അല്ലെങ്കിൽ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂ ആണ്, അതിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിലൊന്നാമത്തത് സ്പ്ലീനാണ്. നമ്മൾ ലിംഫ് പറഞ്ഞിട്ടുണ്ട്. സ്പ്ലീനും ലിംഫ് വെസൽസ്, ലിംഫ് കാപ്പിലറീസ്, അങ്ങനെ എല്ലാം കൂടെ ചേർന്നാണ് എന്ത് ലിംഫാറ്റിക് സിസ്റ്റം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പ്ലീൻ എന്ന് പറയുന്ന ഒരു ഓർഗൻ. പിന്നെ ടോൺസിലൈറ്റിസ്, ടോൺസിൽസ് ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ടോൺസിലൈറ്റിസ് അസുഖം ടോൺസിൽസ് നമുക്ക് ഇൻഫെക്ഷൻ വരുന്ന ആ ഒരു ഭാഗമല്ലേ. അപ്പോൾ ഇതാണ് എന്ത് പെരിഫറലായിട്ട് അല്ലെങ്കിൽ ഈ തൈമസിന് അനുബന്ധമായിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിംഫോയിഡ് ഓർഗൻ രണ്ടായിട്ടുണ്ട്, സെൻട്രലുണ്ട് പെരിഫറലുണ്ട്. സെൻട്രലാണ് തൈമസ്, പെരിഫറലാണ് ഇത് സ്പ്ലീനും ടോൺസിൽസും ഒക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പ് സെല്ലുകളാണ് ലിംഫോയിഡ് ടിഷ്യൂസ്. ലിംഫോയിഡ് ടിഷ്യൂസിനെ രണ്ടായിട്ട് പിന്നെ വിഭജിച്ചിട്ടുണ്ട്. ലിംഫോസൈറ്റ്സും മാക്രോഫാജും. ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു WBC ആണ്, അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെല്ലാണ് ലിംഫോസൈറ്റ്സ്. ലിംഫ് നോഡുകളാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മൾ ബ്ലഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലിംഫോസൈറ്റുകൾ എന്താ ചെയ്യണത്, ഇവർ രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ലിംഫോസൈറ്റ്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. മെയിൻലി ഇവർ ഉണ്ടാവുന്നത് എവിടെയാണ്, ലിംഫ് നോഡുകളിലാണ്. പിന്നെ അവർ ബോൺ മാരോയിലും ഉണ്ടാവുന്നുണ്ട്. ഇനി ഇവർ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇവർ മാത്രമല്ല ചെയ്യുന്നത്. ഈ പ്രവർത്തനത്തിനെയാണ് ഹീമോപോയസിസ് എന്നറിയപ്പെടുന്നത്. ഹീമോപോയസിസ് എന്ന് പറയുന്നത് എന്താണ്, രക്തകോശങ്ങൾ, ബോൺ മാരോയിൽ രക്തകോശങ്ങൾ ഉണ്ടാവുന്ന ആ ഒരു പ്രക്രിയനെയാണ് ഹീമോപോയസിസ് എന്ന് പറയുന്നത്. എറിത്രോസൈറ്റ്സ് RBC, ത്രോംബോസൈറ്റ്സ് അതായത് പ്ലേറ്റ്ലെറ്റ്സ്, ഗ്രാനുലോസൈറ്റ്സ്, മോണോസൈറ്റ്സ് ഒക്കെ എന്താണ് ഇങ്ങനെ ഹീമോപോയസിസ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ്. ലിംഫോസൈറ്റുകളും എന്തുതന്നെയാണ് ഹീമോപോയസിസ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ്. എന്താണ് ഹീമോപോയസിസ്, ബോൺ മാരോയിൽ രക്തകോശങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയനെയാണ് ഹീമോപോയസിസ് എന്ന് പറയുക. അതുവഴി ഉണ്ടാവുന്നവരാണ് ലിംഫോസൈറ്റുകളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും എന്താണ് ഈ ഹീമോപോയസിസ് വഴി ഉണ്ടാവുന്ന കോശങ്ങളാണ്. മാക്രോഫാജുകൾ എന്ന് പറയുന്നത് മോണോസൈറ്റുകളിൽ നിന്നുണ്ടാവുന്ന കോശങ്ങളാണ് മാക്രോഫാജസ്. അതാണ് മാക്രോഫാജസ് എന്ന് പറയുന്നത്. ഇനി പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളിൽ ആളുടെ ലിംഫോയിഡ് സിസ്റ്റത്തിൽ 10⁻12 അത്രയും എന്താണ് ലിംഫോസൈറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഇനി ലിംഫോസൈറ്റുകൾ പിന്നെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ലിംഫോസൈറ്റുകൾ ഉണ്ടാവുന്ന പ്രക്രിയയാണ് ഹീമോപോയസിസ്. അതായത് ബോൺ മാരോയിൽ ലിംഫോസൈറ്റുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ഹീമോപോയസിസ് എന്ന് പറയുക. ഹീമോപോയസിസ് വഴി ലിംഫോസൈറ്റ്സ് മാത്രമല്ല ബാക്കി പറഞ്ഞവരൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി ലിംഫോസൈറ്റുകൾ രണ്ട് ടൈപ്പിലുണ്ട്, T സെൽസും B സെൽസും. അതായത് T സെല്ലാണെങ്കിലും B സെല്ലാണെങ്കിലും ഉണ്ടാവുന്നത് എവിടെ തന്നെയാണ്, ഹീമോപോയസിസ് വഴി ബോൺ മാരോയിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി ഇവരുടെ പേര് വന്നിട്ടുള്ളത് ഇവരെവിടെയാണ് മെച്ചുവർ ആവുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ T സെല്ല് B സെൽ എന്നൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ബോൺ മാരോയിലുണ്ടായി തൈമസ് ഗ്ലാൻഡിൽ മെച്ചുവർ ആവുന്നവരാണ് T സെൽസ്. ബോൺ മാരോയിലുണ്ടായി അവിടെ തന്നെ ബോൺ മാരോയിൽ തന്നെ മെച്ചുവർ ആവുന്നവരാണ് B സെൽസ്.
ലിംഫോസൈറ്റ്സ് 2 ടൈപ്പിലുണ്ട്. രണ്ട് ടൈപ്പ് എവിടെ തന്നെയാണ് ഉണ്ടാവണേ? ബോൺ മാരോയിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ഹീമോബോയ്സിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി തന്നെയാണ് ഉണ്ടാവുന്നത്. ടി സെൽ എവിടെയാണ്? മെച്ചുറാവ തൈമസ് ഗ്ലാൻഡിൽ. തൈമസ് എന്നാണ്, തൈമസ് ഗ്ലാൻഡിലാണ് മെച്ചുറാവ. ബി സെൽസ് ബോൺ മാരോയിൽ തന്നെ മെച്ചുറാവ. ഇതാണ് നമ്മൾ ലിംഫോസൈറ്റുകളെ കുറിച്ച്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ, ചോദിക്കാറുള്ളതാണ്. ഇനി ഈ ടി സെൽസിനെ പിന്നെയും തിരിച്ചിട്ടുണ്ട്, 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ടി സെല്ലിനെ പിന്നെയും തിരിച്ചിട്ടുണ്ട്. ഹെൽപ്പർ ടി സെല്ല്, പിന്നെ സൈറ്റോടോക്സിക് ടി സെല്ല്, സപ്രസർ ടി സെല്ല്. ഹെൽപ്പർ ടി സെല്ല്, സൈറ്റോടോക്സിക്, സപ്രസർ, അങ്ങനെ 3 ടി സെല്ലുകൾ പിന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബി സെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാൽ അതിനെ കോമൺ ആയിട്ട് അറ്റാക്ക് ചെയ്യാന്നുള്ളൂ. പക്ഷെ ടി സെല്ലുകൾ അങ്ങനെയല്ല, അവർക്ക് എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ടി സെല്ലുകൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഹെൽപ്പർ ടി സെൽ എന്ന് പറയുന്നത് ആൻറ്റിബോഡികളെ നിർമ്മിക്കാൻ സഹായിക്കുന്ന ടി സെല്ലുകളാണ് ഹെൽപ്പർ ടി സെല്ലുകൾ. അപ്പോൾ ആൻറ്റിബോഡി എന്താണെന്ന് അറിയാം. എന്താണ് ആൻറ്റിബോഡീസാണ് നമുക്ക് രോഗപ്രതിരോധം നൽകുന്നത്. പുറത്തുനിന്ന് വരുന്ന നമ്മുടെ ബോഡിയുടേതല്ലാത്ത എന്ത് ഫോറിൻ പാർട്ടിക്കിൾസും നമുക്ക് എന്ത് പറയാം? ആൻറ്റിജൻ എന്ന് പറയാം. ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പോലെ ആയിട്ട് കണക്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആൻറ്റിജൻ എന്ന് പറയാം. ആ ആൻറ്റിജനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരാണ് ആര്? ആൻറ്റിബോഡികൾ. അങ്ങനെയുള്ള ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നവരാണ് ആര്? ഹെൽപ്പർ ടി സെൽസ്. ഇനി സൈറ്റോടോക്സിക് ടി സെൽസ് എന്ന് പറയുന്നത് ട്യൂമർ സെല്ലിനെയും വൈറസിനെയും കൊല്ലാം. ട്യൂമർ സെല്ലുകളെയും വൈറസുകളെയും, ക്യാൻസർ ഉണ്ടാക്കുന്ന ട്യൂമർ സെല്ലുകളെയും വൈറസുകളെയും നശിപ്പിക്കുന്ന സെല്ലുകളാണ് എന്ത്? സൈറ്റോടോക്സിക് ടി സെൽസ്. ഇനി സപ്രസർ ടി സെൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഹെൽപ്പർ ടി സെൽ ആൻറ്റിബോഡികൾ വന്നിട്ട് ആൻറ്റിജൻസിനെ കൊല്ലാണ്. കൊന്നോണം കൊന്നിരിക്കാൻ പാടില്ല അല്ലേ? അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ഇവരെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണം. അവരെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയുക. അതേപോലെ തന്നെ ബി സെല്ലുകളെ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യണത് ആരാണ്? സപ്രസർ ടി സെല്ലാണ്. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ടി സെല്ല്. ചിലപ്പോൾ ലിംഫോസൈറ്റുകളെ കുറിച്ചിട്ട് നോട്ട് ചെയ്താനായിട്ട് ഒരു 3 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ലിംഫോസൈറ്റ് 2 ടൈപ്പിലുണ്ട്, ബി സെല്ലും ടി സെല്ലും ഉണ്ട്. ഇവരെവിടെ ഉണ്ടാവുന്നത്? ബോൺ മാരോയിൽ ഹീമോബോയ്സിസ് വഴിയാണ് ഉണ്ടാവുന്നത്. എവിടെയാണ് മെച്ചുർ ആവുന്നതിനനുസരിച്ചിട്ടാണ് ഈ പേര് വന്നിരിക്കുന്നത്. അതിൽ ടി സെല്ലുകൾ പിന്നെയും തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻ അങ്ങനെ എഴുതണം. വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ ഉറപ്പായിട്ട് പഠിക്കണം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറാണ്. ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ നോക്കാം കേട്ടോ. അപ്പോൾ ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ ഹെൽപ്പർ ടി സെൽസാണ് ആൻറ്റിബോഡീസ് നിർമ്മിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന ആൻറ്റിബോഡികൾ എന്ന് പറയുന്നത് ഒരു കൂട്ടം പ്രോട്ടീനുകളുടെ ഗ്രൂപ്പാണ്. അതിനെയാണ് എന്ത് പറയുക? നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുക. അപ്പോൾ ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ സ്ട്രക്ചറല്ല, ഒരു കൂട്ടം പ്രോട്ടീനുകളുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിനെയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് എന്ത്? ആൻറ്റിബോഡീസ് ആയിട്ട് പ്രവർത്തിക്കാം. ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിനൊരു ഹെവി ചെയിനും ഒരു ലൈറ്റ് ചെയിനും ഉണ്ടാവും. ലൈറ്റ് ചെയിൻ്റെ ടിപ്പിൽ ആൻറ്റിജനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ടാവും. അപ്പോൾ ആൻറ്റിജൻസ് വന്നിട്ട് എവിടെയാണ്? ആ ലൈറ്റ് ചെയിനിലാണ് വന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഒരു ആൻറ്റിജൻ വന്ന് കയറി കഴിഞ്ഞാൽ ആ ആൻറ്റിജനെ മാത്രം കൊല്ലാൻ കെൽപ്പുള്ള ആൻറ്റിബോഡീസാണ് ഉണ്ടാവുക. അപ്പോൾ അവരായിട്ട് മാത്രം, ഇപ്പോൾ ലോക്കും കീ പോലെയാണ് അവർ. അപ്പോൾ ആ ആൻറ്റിജൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൻറ്റിബോഡി എന്ന് പറയുന്നത് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻസിനെ മാത്രമാണ് അതിന് എന്താ പറയുക കൂടിച്ചേർന്നതായി നശിപ്പിക്കാനായിട്ട് കഴിവുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത് ആൻറ്റിബോഡീസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി വരച്ച് ഒന്നുകൂടി മനസ്സിലാവും. ആൻറ്റിജൻ എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റിജൻ എന്ന് പറയുന്നത് എനി ഫോറിൻ ബോഡീസ്, നമ്മുടെ ബോഡിയിലേക്ക് കയറും, നമ്മുടെ ബോഡിയിലല്ലാത്ത എന്ത് ഫോറിൻ ബോഡീസിന് എന്ത് പറയാം? ആൻറ്റിജൻ എന്ന് പറയാം. ഇനി ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മളെ രോഗപ്രതിരോധം എന്ന് പറയുന്നത് മെയിൻലി 2 തരത്തിലാണ് വരിക. ഒന്ന് നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയും, 2 അക്വയേർഡ് ഇമ്മ്യൂണിറ്റിയും. നാച്ചുറൽ പറഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി. 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പിന്നീട് ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിലുള്ളത് ഫിസിക്കൽ ബാരിയേഴ്സും ഫാഗോസൈറ്റിക് സെൽസും. ഫിസിക്കൽ ബാരിയേഴ്സും ഉണ്ട്, ഫാഗോസൈറ്റിക് സെൽസും ഉണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആൻറ്റിജനെയും അകത്ത് പ്രവേശിപ്പിക്കാതെ നോക്കാം.
ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കിന്ന് എന്താണ് പ്രൊട്ടക്ഷനാണ് നമുക്ക്. അപ്പോൾ അത് മാക്സിമം എന്താണ് ഉള്ളിലേക്ക് കയറില്ല. ഇനി അതേപോലെ തന്നെ നമ്മൾ മ്യൂക്കസ് മെംബ്രെയിനുകൾ, നമ്മുടെ കുടലിലും ഒക്കെ കാണപ്പെടുന്ന മെംബ്രെയിനുകൾ എന്താണ് ഉള്ളിലേക്ക് അവരെ കയറ്റില്ല. ശ്വാസകോശത്തിലൊക്കെ കാണപ്പെടുന്ന അവരെ വോളിൽ കാണുന്ന ലൈനിങ്, ആ വഴുവഴുത്ത ഭാഗം, മൂക്കിലൊക്കെയുള്ള വഴുവഴുത്ത ഭാഗമാണ് എന്താണ് നമ്മുടെ ഒരു ആൻറ്റിജനെയും ഒരു പാത്തോജനെയും എന്ത് ചെയ്യില്ല, ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ അവർ മാക്സിമം നോക്കും. അതൊക്കെ എന്താണ് ഫിസിക്കൽ ബാരിയേഴ്സാണ്. നമ്മുടെ കണ്ണുനീരുള്ള ലൈസോസോം എന്താണ് ലൈസോസൈം എന്താണ് ലൈസോസോം ഇവരെ നശിപ്പിച്ച് കളയും. നീരിലുള്ള ലൈസോസോമൊക്കെ എന്താണ് ആ ജേംസിനെ അവിടെ നശിപ്പിച്ച് കളയും. ഇനി ഫാഗോസൈറ്റിക് സെൽസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ബാരിയേഴ്സിനെ മറികടന്നിട്ട് ഏതെങ്കിലും ആൻറ്റിജൻ അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കുക. അതാണ് നമ്മുടെ ടി സെല്ല്, ബി സെല്ല്, അവരൊക്കെ എന്തെങ്കിലും ഫിസിക്കൽ ബാരിയേഴ്സ് കടന്നിട്ടും അകത്ത് പോയാൽ അവരെ കൊല്ലുന്നവരാണ് ഈ ഫാഗോസൈറ്റിക് സെൽസ്. ഇനി അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് എന്താണ് നമ്മൾ ജന്മനാ തന്നെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി കിട്ടാം. അതായത് ആക്റ്റീവ്ലി അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പാസീവ്ലി അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആക്റ്റീവ്ലി അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ആക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ചുമയോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ ബാധിക്കും. അത് ബാധിച്ചതിന് ശേഷം ആ ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കും. അത് കുറച്ച് കാലത്തേക്ക് അതിങ്ങനെ ഉണ്ടാവും. കുറച്ച് കാലത്തേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിന്നെ ഒരു ചുമ വരുമ്പോൾ എന്താണ് ഇതിന് നേരിട്ടതിനെ ഇല്ലാതാക്കാൻ പറ്റും. ആ ചുമയുടെ കാരണം നേരത്തെ വന്ന ആൻറ്റിജൻ തന്നെയാണെങ്കിൽ, വേറെ ആൻറ്റിജൻ ആണെങ്കിൽ എന്താണ് അതിനെതിരെ വേറെ ആൻറ്റിബോഡി നിർമ്മിക്കേണ്ടി വരും. ഇനി പാസീവലി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നു. മുലപ്പാലിൽ എന്താണ് ഫസ്റ്റത്തെ പാല് കൊളസ്ട്രം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി നൽകുന്നതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പാൽ എന്താണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. അതിൽ ധാരാളം ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ഉണ്ട്. ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് പറഞ്ഞാൽ എന്താണ്, അതാണ് നമ്മുടെ ആൻറ്റിബോഡീസ്. അപ്പോൾ ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പാസീവായിട്ട് കിട്ടുന്നത്. ഇനി ഇതൊന്നല്ലാതെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് നമ്മളെന്താണ് വാക്സിൻസ് ഉണ്ട്. വാക്സിൻസ് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. ആക്റ്റീവ് അക്വേർഡ് ഇമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ്ലി അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡിനാണ് കിട്ടുന്നത്. ഇത് നമുക്ക് ജീവിതത്തേക്ക് മുഴുവനും വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ചെയ്യണത്, വാക്സിൻസ് എടുക്കുന്നത്. വാക്സിൻസ് എന്താ ചെയ്യണത്, ഇപ്പോൾ ഒരു അസുഖം, ഇപ്പോൾ പോളിയോ എന്ന് പറയുന്ന ഒരു അസുഖത്തിനുള്ള വാക്സിൻ നമ്മളെല്ലാവരും എടുക്കുന്നുണ്ട്. ആ വാക്സിനേഷൻ തുടങ്ങിയപ്പോൾ എന്താണ് ആ പോളിയോ എന്ന് പറയുന്ന ഒരു അസുഖം നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടായി. സ്മോൾ പോക്സ് നമ്മൾ വാക്സിനേഷൻ വഴി ഇല്ലാണ്ടാക്കിയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ എന്താണ് ഈ വാക്സിൻ ചെയ്യണത്, അപ്പോൾ ഈ സ്മോൾ പോക്സ് ഉണ്ടാക്കുന്ന ആ രോഗാണുവിനെ നിർജീവമായിട്ട് ജീവനില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ആ രോഗാണു ഉൽപ്പാദിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സെക്രീഷൻസോ അല്ലെങ്കിൽ ആ രോഗാണുവിൻ്റെ ഏതെങ്കിലും ചെറിയ പാർട്സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വാക്സിനായിട്ട് കുത്തിവെക്കുന്നത്. അപ്പോൾ നമുക്ക് രോഗം ഉണ്ടാവില്ല, കാരണം എന്താണ് അത് ജീവനുള്ള സാധനമല്ല. പക്ഷെ അതിൻ്റെ പ്രസൻസ് അവിടെ എന്താണ് ആ ഒരു രോഗാണുവിന് തുല്യം തന്നെയാണ്. അപ്പം ഇത് വരുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ഇവിടെ ഒരു ആൻറ്റിജൻ വന്ന് കയറിയിട്ടുണ്ട്, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ നിർമ്മിക്കപ്പെടും. ഇങ്ങനെ ഉണ്ടാവുന്ന ആൻറ്റിബോഡീസ് എന്ത് ചെയ്യും, കാലാകാലം നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. ഈ ആൻറ്റിബോഡീസ് ഇപ്പോൾ ലിംഫോസൈറ്റ്സുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കൊന്നുമില്ല. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബ്ലഡിലൂടെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്കൊരു പോളിയോ വൈറസ്, ജീവനുള്ള വൈറസ് തന്നെ നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ വന്ന് കയറി കഴിഞ്ഞാൽ എന്താണ് ആ സ്പോട്ടിൽ നമ്മുടെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി വന്ന ആൻറ്റിജനെ നശിപ്പിക്കും. കാരണം ഒരു രോഗം വന്ന് രോഗപ്രതിരോധം നടത്താനുള്ള സമയം വേണ്ടാന്ന്, അത് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് വാക്സിൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് 2-3 വാക്സിൻസ് നോക്കി വെച്ചാൽ മതി. BCG എന്ന് പറയുന്നത് BCG ബാസിലോ കാൽമൈറ്റ് ഗ്വാറിൻ, അതായത് ക്ഷയരോഗത്തിന് എതിരെയുള്ള വാക്സിനാണ് BCG എന്ന് പറയുന്നത്. പിന്നെ MMR വാക്സിൻ, അത് മീസൽസ്, മംസ്, റുബെല്ല അതിനൊക്കെയുള്ള വാക്സിൻസ്. പിന്നെ പോളിയോ വാക്സിൻസ്, നമുക്കറിയാവുന്ന വാക്സിൻസൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഇതിൽ തന്നിട്ടുള്ള സ്ഥിതിക്ക് ഇത് രണ്ടൊന്ന് പഠിച്ചു വയ്ക്കാം. അതുപോലെ DPT ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്, ബോർഡല്ല പെർട്ടൂസിസ്, അങ്ങനെയുള്ള 3 അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള DPT വാക്സിൻസ്. നമ്മൾ വീട്ടിലെ കുട്ടികളൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ വാക്സിൻ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്, മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ ആൻറ്റിബോഡീസിൻ്റെ ശരീരത്തിൽ നിർമ്മിച്ച് വയ്ക്കുന്ന പ്രോസസ്സാണ്
വാക്സിൻസ്. പക്ഷേ ആക്റ്റീവ്ലി അക്വയർഡ് ഇമ്മ്യൂണിറ്റി അങ്ങനെയല്ല. ഒരു രോഗം വന്നു, ഒരു കഫോ കോൾഡോ വന്നിട്ട് ആ വന്നതിന് ശേഷം നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് നിർമ്മിക്കുകയും വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം അത് അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് ആക്റ്റീവ്ലി അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. വാക്സിൻസ് പറഞ്ഞാൽ വേറെ ടൈപ്പാണ്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ കുഞ്ഞു ചാപ്റ്ററാണ്, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ആ ഫസ്റ്റ് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് പഠിക്കാം. താങ്ക് യു. ഇതാണ് ഒരു ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ. ഒരു ഹെവി ചെയിൻ ഉണ്ടാവും, ഒരു ലൈറ്റ് ചെയിൻ ഉണ്ടാവും. ഇതിനെ സ്റ്റെം എന്നാണ് പറയുക. പിന്നെ ഈ ലൈറ്റ് ചെയിനുകളിലാണ് എന്തുണ്ടാവുക, ആൻറ്റിജനെ ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ടാവുക. ഇതാണ് ഒരു ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ. ഇതിൽ വൃത്തിയായിട്ട് നമുക്ക് ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ അതിലൊന്ന് നോക്കിയിട്ട് സ്ട്രക്ചർ വരയ്ക്കാനൊന്നും ചോദിക്കില്ല, മനസ്സിലാക്കിയാൽ മതി. അതിൽ പറഞ്ഞിട്ടുള്ള ആൻറ്റിബോഡിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക.